പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ശലോമിൻ്റെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതിവാക്കന്മാരെ, ഏറെ പ്രിയപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ ധന്യനാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിച്ചു കൊള്ളട്ടെ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ പത്രമാധ്യമ വാർത്തകൾ നോക്കുമ്പോഴെല്ലാം ദുരിതത്തിൻ്റെ കണക്കുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അവിടെ ദുരിതം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, മറ്റ് ആക്സിഡൻസ്, ട്രെയിൻ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നു, അപകടങ്ങളുണ്ടാകുന്നു, ദുരിതങ്ങളുണ്ടാകും, മഹാമാരി, അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, അതുപോലെ ഉരുൾപൊട്ടലുണ്ടാകുന്നു. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മേഖലകളിലും ദുരിതത്തിൻ്റെ കണക്കുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വ്യക്തിപരമായ ജീവിതം നമുക്ക് നോക്കിയാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആന്തരികമായ ഒരു സഫോക്കേഷൻ നമുക്കുണ്ടാകാറുണ്ട്, ഒരു വിഷമം, ഒരു ബുദ്ധിമുട്ട്. ഞാൻ ചെയ്യുന്നതെല്ലാം ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല, പച്ച പിടിക്കുന്നില്ല, ദുരിതമായി മാറുന്നു. കുടുംബത്തിലാണെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു നല്ല വീട്ടിലെ ഭവനത്തിലെ ഏതെങ്കിലും ഒരു കാര്യം അത് നടക്കുന്നില്ല, അല്ലെങ്കിൽ അടിക്കടിയുള്ള ആക്സിഡൻസ് ഉണ്ടാകുന്നു. ഇങ്ങനെ എല്ലാ മേഖലകളിലും ദുരിതമാണ് നമ്മുടെ കൺമുമ്പിൽ കാണുന്നതും കേൾക്കുന്നുമെങ്കിൽ യെശയ്യാപ്രവാചകനോട് പറയാൻ, എന്താണ് ദുരിതം? എങ്ങനെയുള്ള വ്യക്തിക്കാണ് ദുരിതമുണ്ടാകുന്നത്? അതുകൊണ്ട് നീ എന്ത് ചെയ്യണം എന്നല്ല യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ പറയുകയാണ്, തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം. ഒന്നാമത്തെ ദുരിതം ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ ദുരിതം ആരൊക്കെയാണ്? തിന്മയെ നന്മയെന്ന് വിളിക്കുക, നന്മയെ തിന്മയെന്ന് വിളിക്കുക. അങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് ദുരിതമായിരിക്കും. രണ്ടാമത്, പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം. എന്ന് വെച്ചാൽ പ്രകാശം അത് അനേകരെ വഴി നടത്തേണ്ടതാണ്. പ്രകാശം, ആ പ്രകാശത്തെ അന്ധകാരമെന്ന് വിളിച്ചാൽ അന്ധകാരത്തെ പ്രകാശമായി കാണുക, അതിനെ നന്മയായി കാണുക, അതിനെ തൻ്റെ ജീവിതത്തിലെ ഒരു നല്ലതായി കാണുക. അന്ധകാരത്തെ അതിനെ അങ്ങനെ വിളിക്കുന്നവരെ, അങ്ങനെ ഗണിക്കുന്നവർക്ക് ദുരിതം. മൂന്നാമത് പറയുകയാണ്, മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. അപ്പം 3 തലങ്ങളെക്കുറിച്ചാണ്, 3 രീതിയിലുള്ള വ്യക്തികൾക്ക് ഈ ഭൂമിയിൽ എന്തുണ്ട്? ദുരിതമുണ്ട്. 3 തലങ്ങൾ, 3 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉള്ളവർക്ക്, 3 രീതിയിൽ ചിന്തിക്കുന്നവർക്ക്, 3 അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ ഭൂമിയിൽ ദുരിതം തന്നെയാണ് പ്രിയമുള്ളവരെ. ഇതിലേതെങ്കിലും ഒരു കാറ്റഗറി നമ്മൾ കാണും. നമ്മുടെ സ്വഭാവം അനുസരിച്ച്, നമ്മുടെ ജീവിത രീതി അനുസരിച്ച്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച്, നമ്മൾ നിരൂപിക്കുന്ന ചിന്തിക്കുന്ന രീതികളനുസരിച്ച് നമ്മൾ ഇതിലേതെങ്കിലും ഒന്നിൽ പെടാൻ സാധ്യതയുണ്ട്. ദുരിതമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്കിതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദുരിതമാണെന്ന് നിങ്ങളുടെ മനസ്സിൽ നിരൂപിക്കുകയും അങ്ങനെയാണെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തുണ്ട്? നമ്മുടെ കൺമുമ്പിൽ ഈ 3 കാറ്റഗറിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു അവസ്ഥ നമ്മൾ താലോലിക്കുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. ഒന്നാമത്തെ അവസ്ഥ തിന്മ. അതിനെന്തായി കാണുകയാണ്? നന്മയായി കാണുക. ഉദാഹരണത്തിന്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന തിന്മ എനിക്ക് പലപ്പോഴും നന്മയായിട്ട് തോന്നും. കാരണം എന്താണ്? അത് ഞാൻ അനുഭവിക്കുന്നതുകൊണ്ടാണ്. ആ തിന്മ എൻ്റെ ശരീരത്തിന്, എൻ്റെ മനസ്സിന് സുഖം തരുന്നതായതുകൊണ്ട്. നന്നായി ശ്രദ്ധിക്കണേ. തിന്മ നമ്മൾ ചെയ്യുമ്പോൾ, ഒരു തിന്മയിലേക്ക് നമ്മൾ അടിമപ്പെട്ടു പോകുമ്പോൾ, ആ തിന്മ സുഖലോലുപതയാണെങ്കിൽ, ആസക്തികളാണെങ്കിൽ, മറ്റു പല പാപങ്ങളാണെങ്കിൽ അത് എനിക്ക് സുഖം തരുന്നു. എൻ്റെ മനസ്സിന് സുഖം തരുന്നു,
എൻ്റെ ശരീരത്തിന് അത് സുഖം തരുന്നു, എൻ്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും എനിക്ക് എന്തൊക്കെയോ ഒരു കുളിർമ. അപ്പം നമ്മളതിനെന്തായി തീരുകയാണ്? നന്മയാക്കി നമ്മൾ താലോലിക്കുന്നു. പല ആളുകളും പറയുന്നത് കേട്ടിട്ടല്ലേ, എൻ്റെ അടുത്ത് എത്രയോ വ്യക്തികൾ പറയുന്നുണ്ട്, അതൊന്നും തെറ്റല്ല അച്ഛാ, എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഇത് തെറ്റല്ല. അതിനൊരു ഉദാഹരണം, സിമ്പിൾ ഉദാഹരണം പറയാം. പ്രത്യേകിച്ച് തണുപ്പുള്ള രാജ്യങ്ങൾ, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം അവിടെ പലപ്പോഴും ഈ തണുപ്പ് മാറ്റാൻ അവർ ആശ്രയിക്കുന്ന മദ്യപാനവും പുകവലിയും. അവിടുത്തെ ആളുകൾ സ്വാഭാവികമായിട്ടും മദ്യപാനത്തിനും പുകവലിയും തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് അവർ പറയുന്ന ഈ തണുപ്പ്, -डिग्री തണുപ്പിൽ ഇത് ചെയ്യുന്നത് തെറ്റല്ല. മദ്യപാനത്തെക്കുറിച്ചും വചനം പറയുന്നുണ്ട്, പുകവലിയെക്കുറിച്ചും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്. മനുഷ്യ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ആലയത്തെ നശിപ്പിക്കരുത്. ആലയത്തെ നശിപ്പിച്ചാൽ ഈ ആലയത്തെ നശിപ്പിക്കും, ദൈവം നശിപ്പിക്കും. അപ്പോൾ മനുഷ്യ ശരീരം ആലയമായി ദൈവം വസിക്കുന്ന സ്ഥലം, ആലയം എന്ന് വെച്ചാൽ ദേവാലയം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന സ്ഥലമാണ്. അങ്ങനെയാണ് നമ്മളെ ഒരു ദേവാലയമായിട്ടാണ് ദൈവം കാണുന്നത്. എന്ന് വെച്ചാൽ നിന്നിൽ വന്ന് വസിക്കാൻ ആഗ്രഹിക്കുക, ഞാൻ നിന്നിൽ വന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ആലയമാണ് നീ. അതുകൊണ്ടാണ് നിന്നെ ദേവാലയം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നിൻ്റെ നെറ്റിയിൽ മൂറൻ പൂശുന്നത്. സുറിയാനി സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ദേവാലയത്തിൽ മൂറം പൂശും, ദേവാലയ കൂദാശ സമയത്ത്. അതുപോലെ നിന്നെ കൂദാശ ചെയ്യുന്ന മാമോദിസായിൽ ഇതാ നിൻ്റെ നെറ്റിയിൽ മൂറം പൂശുന്നുണ്ട്, കാരണം നീ ആലയമായതുകൊണ്ടാണ്. അപ്പോൾ ആ തിന്മ അത് ഞാൻ നന്മയാക്കി ചിത്രീകരിക്കുക, നന്മയായിട്ട് പറയുക. ഇനി മ്ലേച്ഛപാപങ്ങൾ, ചില ആളുകൾ അങ്ങനെയാണ്. ചില ബന്ധങ്ങളെ നമ്മൾ പലപ്പോഴും ആ തിന്മയെ നന്മയാക്കി മാറ്റുകയാണ്. എൻ്റെ സാഹചര്യം ഇങ്ങനെ ആയി പോയതുകൊണ്ടാച്ചാ, അതുകൊണ്ട് അത് തെറ്റല്ല എന്ന് പറയുന്ന അനേകം ആളുകൾ ഈ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തിന്മയെ നിങ്ങൾ നന്മയായിട്ട് വിളിക്കരുത്. ഈ സമൂഹത്തിലെ നടക്കുന്ന കാര്യങ്ങൾ അത് ദൈവം തിന്മയായി കണ്ടാൽ, സഭ തിന്മയെന്ന് വിളിച്ചു പറഞ്ഞാൽ, സാമൂഹികമായി പ്രതിബദ്ധതയുള്ള വ്യക്തി, മെജോറിറ്റി ആളുകൾ തിന്മയെന്ന് പറയുമ്പോൾ അല്ല എനിക്കത് നന്മയാണ് അതുകൊണ്ട് ഞാൻ ചെയ്യും എന്ന് നീ പറഞ്ഞാൽ അത് ചെയ്യുന്നവന് ദുരിതമാണ്. ഇനി ചില ആളുകളുണ്ട്, നന്മ എന്ത് ചെയ്യുക, തിന്മയായിട്ട് കാണുക. ഒരു നല്ല കാര്യം ചെയ്യുക, ഒരു പാവപ്പെട്ടവനെ സഹായിക്കുക, അർഹിക്കുന്നവന് അർഹത അനുസരിച്ച് കൊടുക്കാനുള്ള വിമുക്തത കാണിച്ച് ഇതെല്ലാം തെറ്റാണ്, ഇങ്ങനെ കൊടുത്ത് ഇവരെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് പറഞ്ഞ് നന്മയെ തിന്മയായി ചിത്രീകരിക്കുന്ന, തിന്മയെന്ന് വിളിക്കുന്ന വ്യക്തിക്ക് ദുരിതമാണ്. ഇത് ദൈവം പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് നന്മയെ തിന്മയായി കാണുക, തിന്മയെ നന്മയെ എന്ന് വിളിക്കുക. ഒരു ലോകം മുഴുവൻ, സമൂഹം മുഴുവൻ തിന്മ ചെയ്യുമ്പോൾ സമൂഹം മുഴുവൻ മെജോറിറ്റി ആളുകളല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് അത് നന്മയെന്ന് നീ ഒരിക്കലും പറയരുത്. നീ താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയാണ്, എല്ലാവരും ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും ഇങ്ങനെയായിപ്പോയി എന്ന് നീ തിന്മയെ നിൻ്റെ നന്മയാക്കി നീ ചിത്രീകരിക്കരുത്. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് പള്ളിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിന് പള്ളിയിൽ പോകണം, പള്ളിയിൽ പോയിട്ട് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞ് ശാബത്തിനെ ലംഘിക്കുന്ന മനോഭാവത്തിനുടമയാണെങ്കിൽ, കർത്താവ് പറഞ്ഞു ശാബത്ത് വിശുദ്ധമായി ആചരിക്കണം. നീ 6 ദിവസം ജോലി ചെയ്തോ, 7-ാം ദിവസം എൻ്റേതാണ്, നീ എനിക്ക് വേണ്ടി മാറ്റിവെച്ചേ പറ്റൂ. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ ആ നന്മയെ നീ തിന്മയായി, എന്തിന് പള്ളിയിൽ പോകണം, പള്ളിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഈ സഭയിൽ നടക്കുന്ന എന്താണ് എന്നെല്ലാം പറഞ്ഞ് നീ ആ നന്മയെ തിന്മയാക്കി വിളിച്ചാൽ, തിന്മയാക്കി ചിത്രീകരിച്ചാൽ ദുരിതമായിട്ട് മാറും പ്രിയമുള്ളവർ. ഇനി രണ്ടാമത് നമ്മൾ കാണുന്നത് എന്താണ്? പ്രകാശത്തെ അന്ധകാരമാക്കുക. പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഈ ലോകത്തിൻ്റെ പ്രകാശം
എന്ന് പറഞ്ഞ യേശുക്രിസ്തുവാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രകാശമായവനെ അന്ധകാരമായ അവസ്ഥയിൽ നീ ചിത്രീകരിച്ചാൽ, യേശുക്രിസ്തു ദൈവമൊന്നുമല്ല എന്ന് നീ പറഞ്ഞാൽ, ദൈവത്തെ ആരാധിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, നീ പ്രകാശത്തെ അന്ധകാരമാക്കുകയാണ്, അന്ധകാരമായി ഗണിക്കുകയാണ്. നന്മ അതല്ല, പ്രകാശത്തിൻ്റെ ഭാഗമാണ്, ദൈവികതയാണ് പ്രകാശം എന്ന് പറഞ്ഞാൽ. നിൻ്റെ ജീവിതത്തിലെ ദൈവികതയെ, നിൻ്റെ ജീവിതത്തിലെ ദൈവ അനുഭവത്തെ, നിൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നീ അന്ധകാരമാക്കി തീർത്താൽ, ഇതെനിക്ക് ആവശ്യമില്ല. ഒരിക്കൽ ഒരു വ്യക്തി, ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, ഞാൻ ക്രിസ്ത്യൻ എത്തീസ്റ്റാണെന്ന്. എത്തീസ്റ്റ് തന്നെ അവിശ്വാസി എന്നാണ്. ദൈവവിശ്വാസം ഇല്ലാത്തവന് വിളിക്കുന്ന പേരാണ് എത്തീസ്റ്റ് എന്ന്, അവിശ്വാസി. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്നാണ്. എന്ന് വെച്ചാൽ ഇത് വിശ്വാസിയാണ്. അപ്പോൾ വിശ്വാസിയായ ഒരു അവിശ്വാസി, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇല്ല പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശത്തെ പലപ്പോഴും ഒരു അന്ധകാര അവസ്ഥയിൽ ചെന്നെത്തിക്കുക. അന്ധകാരം എന്ന് പറഞ്ഞാൽ പിശാചാണ്, പിശാചിൻ്റെ ലോകമാണ്. അവിടെ ഈ ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചാബല്യങ്ങളും പാപങ്ങളും കൽപ്പന ലംഘനങ്ങളും എല്ലാം കൂടി കൂട്ടിക്കുഴച്ചുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അന്ധകാരം. അവിടെ ദൈവത്തിന് യാതൊരു സാന്നിധ്യം, ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ദൈവത്തിൻ്റെ പ്രസൻസ് പോലും ഇല്ലാത്തൊരു സ്ഥലം, ദൈവികതയില്ലാത്ത സ്ഥലം, നന്മയില്ലാത്ത സ്ഥലം, ദൈവ സാന്നിധ്യമില്ലാത്ത സ്ഥലം എന്ന് വേണമെങ്കിൽ അന്ധകാരത്തെ വിളിക്കാൻ പറ്റും. ഇരുട്ടാണ്, അന്ധകാരം ഇരുട്ടാണ്, ഒന്നും കാണാൻ സാധിക്കില്ല, ഒന്നും വെളിപ്പെടാത്ത സ്ഥലം. നമ്മുടെ ചില ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില പാപങ്ങൾ അങ്ങനെയാണ് പ്രിയമുള്ളത്. പ്രകാശത്തിലേക്ക് വരാൻ മടിക്കുന്നതിന് കാരണം അന്ധകാരത്തെ നമ്മളെവിടേക്കോ സ്നേഹിക്കും. പ്രകാശം വന്നാൽ തെളിഞ്ഞിരിക്കും. ഇല്ല, നമ്മുടെ മുമ്പിൽ കറണ്ട് പോയി ഇരുട്ടത്തിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് വന്നാൽ, പ്രകാശം വന്നാൽ, ഞാനിരിക്കുന്ന അവസ്ഥയെ വെളിപ്പെട്ട് കാണുവാൻ സാധിക്കുന്ന അവസ്ഥയാണ് പ്രകാശം എന്ന് പറയുന്നത്. ആ പ്രകാശത്തെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അന്ധകാരമാക്കുക, കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ചില സ്വഭാവ രീതികൾ ഉണ്ടോ? തെറ്റാണ്. അങ്ങനെ ഗണിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇവിടെ പറയാം, അങ്ങനെ ഗണിക്കുന്നവന് ദുരിതം. പിന്നെന്താണ്? അന്ധകാരത്തെ പ്രകാശം എന്ന് വിളിക്കുക, പാപത്തെ താലോലിക്കുക, പിശാചിൻ്റെ പ്രവർത്തന രീതികളെ അല്ലെങ്കിൽ ആ സ്വഭാവത്തെ, പൈശാചിക സ്വഭാവത്തെ പ്രകാശമാക്കി നമ്മൾ മാറ്റുക. എന്ന് വെച്ചാൽ എൻ്റെ പാപത്തെയും എൻ്റെ മ്ലേച്ഛതയെയും എൻ്റെ പാപാവസ്ഥയെയും പാപജീവിത രീതിയെയും ഞാനത് നല്ലതെന്ന് പറഞ്ഞ് സമൂഹത്തിന് ഞാൻ കൊടുക്കുന്ന ഒരു ഔട്ട്പുട്ട്, അത് നല്ലതെന്ന് പറഞ്ഞു കൊടുക്കുക. പ്രത്യേകിച്ച് ഒരു നേതാവ്, ഒരപ്പൻ, ഒരമ്മ പ്രാർത്ഥിക്കാൻ മനസ്സില്ല, താല്പര്യമില്ല, പള്ളി പോകാൻ ആഗ്രഹമില്ല, കൂദാശകൾ സ്വീകരിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് കുഴപ്പമൊന്നുമില്ല, നീ പള്ളിയിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് കുരിശ് വരച്ചാൽ മതി എന്ന് പറഞ്ഞ് അന്ധകാരത്തെ പ്രകാശമാക്കി തീർക്കുകയാണ്. കുഴപ്പമില്ല, നമുക്കെല്ലാം ഒന്നും കുഴപ്പമില്ലല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഒന്നും കുഴപ്പമില്ല, എല്ലാം നമുക്ക് വളരെ ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ജീവിതമായി ക്രൈസ്തവ ജീവിതം ഇന്ന് മാറിക്കൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ. എത്ര വികലമായിട്ടാണ് നമ്മൾ ക്രൈസ്തവ വിശ്വാസത്തെ കാണുന്നത്. യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കർത്താവ് അപ്പോസ്തലന്മാർ പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കേ, നീ ഞങ്ങളെ വിളിച്ചു ചേർത്തല്ലോ, അപ്പോസ്തലന്മാർ വിളിച്ചു ചേർത്തട്ടെ, മനുഷ്യരെ പിടിക്കാൻ വേണ്ടി നീ എന്നെ ഞങ്ങളെയൊക്കെ ആക്കി, ഞങ്ങൾക്ക് അറിയില്ല പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന്, നീ ഞങ്ങളെ പഠിപ്പിക്കേ. അപ്പോൾ യേശുക്രിസ്തു വാ, ഞാൻ പഠിപ്പിക്കാം, ഖമയ എന്ന് വിളിച്ചിരുത്തിയിട്ട് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. എല്ലാ ക്രൈസ്തവ സഭകളും അപ്പോസ്തലിക സഭകളും വളരെ ബഹുമാനത്തോടുകൂടി, സുറിയാനി സഭ അതിനെ കാണുന്ന കൈകൾ വിരിച്ചു പിടിച്ച് സ്വർഗത്തിലേക്ക് നോക്കി ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന. എത്ര ഭയഭക്തിയോട് കൂടിയിട്ടാണ് ആ പ്രാർത്ഥന ഓരോ കൗമാ പ്രാർത്ഥനകളും ചേർത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പൂർത്തീകരണം ഓരോ കൗമാ പ്രാർത്ഥനയും ചേർത്ത് വെച്ചാണ് ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ചൊല്ലുന്നത്.
അത് ചൊല്ലാത്ത ദിവസമില്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. ആ പ്രാർത്ഥനയെ വളരെ വികലമായി കഴിഞ്ഞ ദിവസം ഈ മഹാമാരിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട്, കൊറോണയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ പ്രാർത്ഥനയെ വികലമായിട്ട് എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. അത് നമ്മൾ തന്നെ ഫോർവേഡ് ചെയ്യുകയാണ്. ക്രിസ്ത്യാനികൾ തന്നെ ക്രിസ്തുവിൻ്റെ വചനത്തെ വളരെ വികലമായിട്ട് എഴുതി ഉണ്ടാക്കി അതിനെ മോശമായി ചിത്രീകരിക്കുമ്പോൾ ആ അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളെ പ്രകാശമാക്കാൻ ആഗ്രഹിക്കുന്ന ഏതാനും വ്യക്തികൾ അതിനെ നമ്മൾ തന്നെ കേട്ട് വായിച്ച് ആനന്ദിച്ച് ഉല്ലസിച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ കുടുംബത്തിലെ ഗ്രൂപ്പുകൾക്കും ഫോർവേഡ് ചെയ്യുന്ന നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പ്രകാശത്തെയാണോ സ്നേഹിക്കുന്നത്, അത് അന്ധകാരത്തെയാണോ? അന്ധകാരത്തിൻ്റെ നിഴൽ എവിടെയൊക്കെയോ നമ്മളെ വേട്ടയാടുമ്പോൾ അതിനെ പ്രകാശമാക്കാൻ വേണ്ടി നമ്മൾ തത്രപ്പെടുകയാണോ? അങ്ങനെ ഗണിക്കുന്നവന് ദുരിതമെന്ന് തന്നെ വചനം യേശയ്യാപ്രവാചകനോട് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരത്തെ നിങ്ങൾ പ്രകാശമാക്കാൻ നോക്കരുത്. അന്ധകാരത്തെ അന്ധകാരമായി കാണുവാനും പ്രകാശത്തെ പ്രകാശമായി കാണും. അന്ധകാരത്തിലേക്ക് പ്രകാശത്തെ കടത്തിവിട്ട് അന്ധകാരം ഇല്ലായ്മ ചെയ്യാൻ നിനക്ക് സാധിച്ചാൽ അതാണ് നിൻ്റെ ജീവിതത്തിലെ വിജയമെന്ന് പറയുന്നത്. അതല്ലാതെ അന്ധകാരത്തെ താലോലിച്ച് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റ്, നമ്മുടെ കൺമുമ്പിൽ നമുക്ക് ഉപദേശിക്കുക എന്തൊരു എളുപ്പമാണ്. നമ്മൾ എത്ര പേര് ഉപദേശിക്കുന്നു, അങ്ങനെ ചെയ്ത് മോശമാടി, അത് നീ ചെയ്ത് മോശമായിപ്പോയി, നിൻ്റെ ഭർത്താവിനോട് കാണിച്ച് തെറ്റായിപ്പോയി എന്ന് പറയും. നമ്മളോ എന്നിട്ട് നമ്മളതിനെ ന്യായീകരിക്കുകയാണ്. എൻ്റെ അവസ്ഥ എങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ്, ഞാൻ അങ്ങനെയല്ല കാണുന്നത്, ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്, അതുകൊണ്ട് തെറ്റല്ല. അന്ധകാരത്തെ നീ പ്രകാശമായി കാണരുത്. അന്ധകാരത്തെ അന്ധകാരമായി കാണുവാനുള്ള മനസ്സ് നിനക്കുണ്ടാകണം. നിൻ്റെ ജീവിതത്തിൽ അത് അതുപോലെ തന്നെ കാണണം. പ്രകാശത്തെ പ്രകാശമായി തന്നെ കാണണം. അന്ധകാരത്തെ പ്രകാശമായും പ്രകാശത്തെ അന്ധകാരമായി നീ കാണുന്ന വ്യക്തിയാണെങ്കിൽ ആ വചനം പറയുന്നു നിനക്ക് ദുരിതം. പിന്നെ മൂന്നാമത് പറയുകയാണ്, മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. നമുക്കങ്ങനെ കരുതാൻ സാധിക്കുക പ്രിയമുള്ളവരെ? നമ്മുടെ മുമ്പിൽ ഒരു മധുരമുള്ള ഒരു പലഹാരം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഒരു പാവയ്ക്ക ജ്യൂസും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നിരിക്കട്ടെ. നമ്മൾ എന്തിന് സാധാരണ ആദ്യം കഴിക്കാൻ ആഗ്രഹിക്കും? നമ്മൾ എന്തിന് ഇഷ്ടപ്പെടും? സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? മധുരത്തെ ഇഷ്ടപ്പെടും. സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരും. ചില രോഗികളായ വ്യക്തികൾ, ഇപ്പോൾ ഷുഗർ പോലെ രോഗങ്ങളുണ്ടെങ്കിൽ ഓക്കെ. അതല്ല, സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറപ്പായിട്ടും മധുരത്തെ കഴിക്കും. മധുരം കഴിച്ചിട്ട് പറയുകയാണ്, ഇതിനെന്തൊരു കയ്പാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ ആരെങ്കിലും ഉൾക്കൊള്ളുമോ? വിളിച്ച് പറയുന്നത് നോക്കി സമൂഹം പറയും, ഇവനെന്തോ പ്രശ്നമുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. കയ്പയ്ക്കാൻ നീര് കുടിച്ചിട്ട് എന്തൊരു മധുരമാണ്, ജ്യൂസിൻ്റെ ടേസ്റ്റാണ്, നല്ല ഫ്രഷ് ജ്യൂസ് പോലെ ഇരിക്കുന്നു, മധുരിക്കുന്നു എന്ന് പറഞ്ഞാൽ സമൂഹം പറയും എന്തോ പ്രശ്നമുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തിന്മയെ തിന്മയായി കാണാതെ നന്മയായി കണ്ടാൽ എന്തോ പ്രശ്നമുണ്ട്. അന്ധകാരത്തെ പ്രകാശമായി നീ കാണുകയും ചെയ്താൽ എന്തോ പ്രശ്നമുണ്ട് ജീവിതത്തിൽ. മധുരത്തെ നീ കയ്പായിട്ട് കണ്ടാൽ, കയ്പനെ നീ മധുരമായിട്ട് കണ്ടാൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കണ്ടെത്തണം. നിൻ്റെ ജീവിതത്തിൽ വിട്ടുമാറാത്ത ദുരിതത്തിലാണ് നീ കടന്നു പോകുന്നതെങ്കിൽ, ദുരിതം നിന്നെ വിട്ടൊഴിയുന്നില്ലെങ്കിൽ, ദുരിതത്തിൻ്റെ കടലിൽ നീ മുങ്ങിച്ചാവാൻ കിടക്കുന്ന അവസ്ഥയിലാണ് നീ പോകുന്നതെങ്കിൽ, ഒരു തിരിച്ചറിവ് നിനക്ക് നല്ലതാണ്. എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ ദുരിതത്തിന് കാരണമായത് വട്ടം കൂടി നടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ദുരിതം ഞാൻ കാരണമാണെന്ന് തിരിച്ചറിയാതെ നമ്മൾ എന്തു ചെയ്യുകയാണ്? വേറൊരുത്തിൻ്റെ മേൽ, മറ്റൊരു വ്യക്തിയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുക. അവൻ കാരണമാണ് ഞാനിങ്ങനെ ആയിപ്പോയത്, അവൻ എന്നോട് ഇങ്ങനെ ഇടപെടുന്നു. അത് ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, മാതാപിതാക്കന്മാരായിരിക്കാം. അവൾ അത്ര ശരിയല്ല. നമ്മൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് എന്നിലുള്ള തിന്മയെയും എന്നിലുള്ള അന്ധകാരത്തെയും എന്നിലുള്ള കയ്പിനെയും ഞാൻ അതിനെ മധുരിപ്പിക്കാനും പ്രകാശത്തിലേക്കും നന്മയാക്കി മാറ്റാൻ ഞാൻ വെമ്പൽ കൊല്ലുന്നു. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുകയാണ് ജീവിതകാലം മുഴുവൻ.
നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയില്ല പ്രിയമുള്ളവരെ. ഞാനൊരു വ്യക്തിയോട് ഫൈറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ട് ഞാൻ ശരിയാണ് എന്ന് നമ്മൾ ആ വ്യക്തിയോട് ഫൈറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് മറ്റുള്ളവർ ഉപദേശിക്കുകയും കൂടിയും ചെയ്യുകയാണ്. നമ്മളേത് ഈ പാപത്തിൽ കിടക്കാന്ന് ഓർക്കണം. എനിക്ക് മാറാൻ പറ്റുന്നില്ല, ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും ശരിയാണെന്ന് പറഞ്ഞ് ഞാൻ അന്ധകാരത്ത് ജീവിക്കുകയും തിന്മയെ താലോലിക്കുകയും കയ്പിനെ ഞാൻ മധുരമായി കണ്ടുകൊണ്ട് അതിനു വേണ്ടി ഞാനിങ്ങനെ ആഗ്രഹിച്ച് നടക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവർ ഉപദേശിക്കുകയാണ്, നീ ചെയ്യുന്നത് ശരിയല്ല, നീ മോശമാണ് ചെയ്യുന്നത്, നീ ഭയങ്കര മോശക്കാരിയാണ്, നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലടാ, നീ എന്ത് സ്വഭാവമാണിത് എന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോകുമ്പോൾ സ്വയം ഒന്ന് വിലയിരുത്തുക, ഞാനായിരിക്കുന്ന വ്യക്തി ഏതവസ്ഥയിലാണ്. അതുകൊണ്ട് യെശയ്യാപ്രവാചകൻ നമ്മോട് പറഞ്ഞിരിക്കുന്ന ഈ 3 കാര്യങ്ങൾ ഒന്ന് നിങ്ങളെ തന്നെ വിലയിരുത്തി നോക്കുക. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഞാനുണ്ടോ? ഏതെങ്കിലും കാറ്റഗറിയിൽപ്പെട്ട വ്യക്തിയാണോ ഞാൻ? ഇതിലേതെങ്കിലും ഒന്നിനെ ഞാൻ ആരും അറിയാതെ, ഒരുപക്ഷെ നമ്മൾ സമൂഹ മധ്യത്തിൽ എത്ര ഡീസൻ്റാണ്, ഞാൻ പലപ്പോഴും ഞാൻ നിൽക്കുന്ന ഈ ധ്യാനകേന്ദ്രത്തിൽ ഏറ്റവും മാന്യമായ രീതിയിൽ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ കാണുമ്പോൾ ഏറ്റവും പെർഫെക്റ്റായിട്ട് ജീവിക്കാനും മറ്റുള്ളവർ കാണുമ്പോൾ എത്ര നല്ല അച്ഛനെന്ന് പറയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിനോട് ചോദിച്ചാൽ എനിക്ക് ദൈവത്തോട് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ അത്ര ആൾ ശരിയൊന്നുമല്ല. പൗലോസ്ലീഹ പറഞ്ഞു, കർത്താവേ എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ ഫ്രസ്ട്രേറ്റഡാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഞാൻ വീണു പോകുന്നു പല മേഖലകളിൽ, എനിക്ക് ഒത്തിരി കുറവുണ്ട്, ബലഹീനതയുണ്ട് എന്നെല്ലാം പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് പൗലോസ്ലീഹ. കർത്താവ് പറഞ്ഞു, നീ എന്തിനാണ് വിഷമിക്കണേ? ഞാനല്ല നിന്നെ വിളിച്ചേ. നീ കുതിരപ്പുറത്ത് വീണപ്പോഴേ നീ എന്നെ പീഡിപ്പിക്കാൻ വേണ്ടി ലെറ്ററൊക്കെ ആയിട്ട് വന്ന സമയമുണ്ടല്ലോ, നിന്നെ എനിക്ക് വേണേൽ അപ്പം തന്നെ ഉപേക്ഷിക്കാമായിരുന്നു, നിനക്കിട്ട് പണി തരാമായിരുന്നു. പക്ഷേ ഞാൻ നിന്നെ വിളിച്ച് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിനക്ക് കുറവുണ്ടെന്ന് എനിക്കറിയാം, നീ എടുത്തുചാട്ടക്കാരനാണ്, നീ ഭയങ്കര എന്താ പറയുക തീവ്രമായ വിശ്വാസം നൽകുന്ന വ്യക്തിയാണ്, പാണ്ഡിത്യമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, അതൊക്കെ നിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയാം. എന്നാലും നിനക്കെന്ത് മതി? എൻ്റെ കൃപ മതി, എൻ്റെ കൃപ നിനക്ക് മതി. ഇതാണ് ദൈവം പറയുന്നത്. പത്രോസ്ലീഹ കർത്താവിനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ പാപിയാണ് ദൈവമേ, കർത്താവ് നീ എന്നെ ഒന്ന് മാറിപ്പോ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം തൊട്ട് നോക്കിയാൽ അറിയാം, നീ മാറിപ്പോ, ഞാൻ പാപിയാണ്. യോഹന്നാൻസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും, കർത്താവാണെന്ന് അറിഞ്ഞപ്പോൾ നഗ്നനാണ് എടുത്തു ചാടി, കർത്താവ് ഞാൻ പാപിയാണ്, ഞാൻ നഗ്നനാണ്. ഇവരൊക്കെ വിളിച്ചു പറഞ്ഞതെന്ന് പറയും, ഞാൻ പാപികളിൽ ഒന്നാമനാണ്, ഈ ലോകത്തിൽ ഏറ്റവും വലിയ പാപിയാണെന്ന് പത്രോസ്ലീഹായും പൗലോസ്ലീഹായും വിളിച്ചു പറയുകയാണ്. അതിന് കാരണം അവർക്ക് എളിമപ്പെടാൻ സാധിച്ചു, ക്രിസ്തു അവരിലേക്ക് കടന്നു വരാൻ സാധിച്ചു. അന്ധകാരത്തെ അന്ധകാരമായി കാണുവാനും പ്രകാശത്തെ പ്രകാശമായി കാണുവാനും തിന്മയെ തിന്മയായി കണ്ടുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ നന്മയെ നന്മയായി കണ്ട് സ്നേഹിക്കാനും സാധിച്ചു. നമുക്കും അങ്ങനെ സാധിച്ചാൽ നമ്മുടെ ഭവനത്തിലെ നമ്മുടെ കുടുംബത്തിലെ പല ദുരിതങ്ങൾ നിന്നുപോകും, ഇല്ലാതായിത്തീരും. ആവശ്യമില്ലാത്ത ചില ദുരിതങ്ങൾ നമ്മൾ വലിച്ചു കയറ്റിയിട്ടുണ്ട്. നമ്മുടെ ചിന്താഗതി കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ടും അഭിലാഷം കൊണ്ടും ചില ദുരിതങ്ങൾ നമ്മൾ പോരട്ടെ വന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ താലോലിക്കുന്നുണ്ട്. അതിനെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, അതിനെ ഇല്ലായ്മ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നീ ഒന്ന് നിന്നു കൊടുത്താൽ മതി. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യം കണ്ടാൽ, മനസ്സിലാക്കിയാൽ, എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ പൂർണ്ണരല്ല പ്രിയമുള്ളവർ, എനിക്കും നിങ്ങൾക്കും കുറവുകളുണ്ട്. അതുകൊണ്ടല്ലേ പൗലോസ്ലീഹയോട് ദൈവം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി അല്ലേ? അങ്ങനെ പറയുന്ന ഒരു ദൈവം നിന്നെ സ്നേഹിക്കാനുണ്ട്, അങ്ങനെ പറയുന്ന ഒരു ദൈവം നിന്നെ കരുതാനുണ്ട്. നീ അന്ധകാരത്തിലേക്ക് പോകുമ്പോൾ നിൻ്റെ പുറകെ വന്ന് പോകരുതെന്ന് പറഞ്ഞ് നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിന് വേണ്ടി നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നവൻ, രക്തം ചിന്തിയവൻ, കുരിശുമരണം സ്വീകരിച്ചവൻ, പീഡാസഹനം ഏറ്റെടുത്തവൻ, നമുക്കും അവന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്താലോ? അന്ധകാരത്തെ അന്ധകാരമായി കണ്ടുകൊണ്ട് എൻ്റെ ചിന്തകളെയും വിചാരങ്ങളെയും പ്രകാശമാക്കുവാൻ, നന്മയാക്കി മാറ്റുവാൻ, നന്മയെ സ്നേഹിക്കുവാൻ,
തിന്മയെ താലോലിക്കുന്നുണ്ട്, അത് വിട്ടുമാറി നന്മയിലേക്ക് വരുവാൻ, മധുരത്തെ മധുരമായി പരിഗണിച്ചുകൊണ്ട് കരുതുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു നല്ല ദിവസമായി ഈ ദിവസം മാറട്ടെ പ്രിയമുള്ളവർ. നമുക്കൊരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ സ്നേഹം അത് നിങ്ങളെ കടന്നു വരുമ്പോൾ ആ സ്നേഹത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു നല്ല മക്കളായി മാറുവാൻ, ആ സ്നേഹമെന്ന് യേശുവാണ്. യേശു എന്ന സ്നേഹത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ. കാരുണ്യവാനായ കർത്താവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ അന്ധകാരത്തെയും നീ എടുത്തു മാറ്റണം നാഥ. ഞാൻ പ്രകാശത്തിൻ്റെ മകനായി മകളായി മാറുവാൻ, പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ, എൻ്റെ തിന്മകളെല്ലാം എടുത്തു മാറ്റി നന്മയിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് എനിക്ക് കൃപ തരണമെന്നാഥ. ഞാൻ താലോലിക്കുന്ന ആ തിന്മകളുടെ സ്വാധീനത്തെ എല്ലാം എടുത്തു മാറ്റണമേ, അഭിലാഷങ്ങൾ എടുത്തു മാറ്റണമേ, എൻ്റെ വികാരങ്ങൾ എടുത്തു മാറ്റണമേ നാഥ. എൻ്റെ പാപകൽപ്പന ലംഘനങ്ങളെ കർത്താവെ നീ എടുത്തു മാറ്റണമേ ദൈവമേ. അങ്ങയുടെ പ്രകാശം എന്നിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ അന്ധകാരം ഇല്ലാതായി തീരുവാൻ, പ്രകാശത്തിൻ്റെ മക്കളായി മാറുവാൻ അവിടുന്ന് കൃപ തരയണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ ആ സ്നേഹ മാധ്യസ്ഥത്തിൽ നിന്നുകൊണ്ട്, അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം അഭയപ്പെട്ടുകൊണ്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതിയിലും മധ്യസ്ഥയിൽ അഭയപ്പെട്ട് സകല മാലാഹമാരുടെയും കാവൽ മാലാഹരുടെയും മാധ്യസ്ഥം നേടിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശു ക്രിസ്തു നാമത്തിൽ കൃപയോടെ കേൾക്കണമേ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നാം എല്ലാവരുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.